ചുരിദാർ ഇതൊക്കെ ഇട്ട് കോളേജിൽ പോയ സ്റ്റാറായി കത്തി നിക്ക. വേണ്ട, ഉപ്പച്ചി ഇതൊന്നും വാങ്ങിത്തരില്ല. ഇങ്ങനെ മാഗസിനും വായിച്ച് കുത്തിരുന്നു. എന്താ കല്യാണം, കിടിലം കല്യാണം. പ്ലേറ്റിന് 800 റുപ്യ. പ്ലേറ്റിന് 800 റുപ്യോ? പ്ലേറ്റിന് 800 റുപ്യന്റെ പ്ലേറ്റ് അല്ല, പ്ലേറ്റിന്റെ വില ഞാൻ അന്വേഷിച്ചില്ല. പ്ലേറ്റും വില കൂടിയ പ്ലേറ്റാണ്. ഫുഡ് 800 റുപ്യന്റെ. കഴിച്ച സാധനത്തിന്റെ പേരൊന്നും അറിയൂല. അമ്മാരി കിടുക്കം ഫുഡ് കഴിഞ്ഞ്. കല്യാണമൊക്കെ നടത്തുകയാണെങ്കിലൊക്കെ അങ്ങനെ. കല്യാണമായിരുന്നോടാ? എന്റെ ചങ്ങായിന്റെ ചേട്ടന്റെ കല്യാണം ഇനി. ഓ, വലിയ സ്ത്രീധനം വാങ്ങിച്ചായിരിക്കും കെട്ടിയ. അതെ, 300 പവന് 25 ലക്ഷം ഉറുപ്പിക. കെട്ടുകയാണെങ്കിൽ അങ്ങനെ കെട്ടണം. ഞാനില്ലല്ലോ പെണ്ണുങ്ങളുടെ പോരെന്ന് സ്ത്രീധനം വാങ്ങി വലിയ പാർട്ടി നടത്തുന്നതേ അത്ര വലിയ അന്തസ്സൊന്നല്ല റിസ്വാനെ. എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു, സ്ത്രീധനം വാങ്ങാതെ ഒരു പെണ്ണിനെ സ്വന്താക്കുന്നവനാ യഥാർത്ഥ പുരുഷൻ. അപ്പൊ ഇമ്മാരി പാർട്ടി നടത്താൻ ചെറുക്കന്റെ കീശയിൽ നിന്നെ പൈസ എടുക്കണോ? പാർട്ടി നടത്തണം എന്ന് ആഗ്രഹമുള്ളോ അങ്ങനെ നടത്തണം. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പൈസയും വാങ്ങി പാർട്ടി നടത്തുന്നതിനും ഭേദം പാർട്ടി നടത്താത്ത തന്നെയാ. പാർട്ടി നടത്തിയില്ലെങ്കിൽ നാണക്കേടാണ് താത്ത. നടത്തിക്കോ, പക്ഷെ സ്ത്രീധനം മേടിച്ച് ആ പൈസനെ കൊണ്ട് പാർട്ടി നടത്തിയ ആളാവുന്നതേ ഒട്ടും ശരിയല്ല റിസ്വാനെ. എടക്കാലം എത്ര പുരോഗമിച്ചു, എന്നിട്ട് അണക്കൊന്നും നാണില്ലല്ലോടാ ഇങ്ങനെ സ്ത്രീധനം എന്ന് പറഞ്ഞ് അതിനെ അനുകൂലിച്ച് സംസാരിക്കാൻ. ഇല്ല, ഞാൻ പഠിക്കാൻ അത്യാവശ്യം മോശമാണെന്ന് താത്തക്ക് അറിയാലോ. വളരെ വ്യക്തമായി അറിയാം. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കുന്ന എന്തിനാ? എങ്ങനെയെങ്കിലും MBA MCA പാസ്സാകണം. എന്തിനാ? നല്ലൊരു തുക സ്ത്രീധനം വാങ്ങി അങ്ങോട്ട്. ഓ, അപ്പൊ പഠിക്കുന്നതിന്റെ രഹസ്യം സ്ത്രീധനം വാങ്ങിക്കാനാണെന്ന്. അതെ, അതിലെന്താ അത്ര വലിയ തെറ്റ്? നല്ലൊരു ചെക്കന് 10-40 ലക്ഷം ഉറുപ്പിക എടുത്തോണ്ട് എന്താ പ്രശ്നം? ഓനല്ലേ ആ പെണ്ണിന് പിന്നെ തീറ്റയും വെള്ളമൊക്കെ കൊടുക്കണ്ടേ? തീറ്റയും വെള്ളമൊക്കെ കൊടുക്കാൻ ഞങ്ങൾ പെണ്ണുങ്ങൾ എന്താ വല്ല പശു എരുമേറ്റാ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നല്ലപോലെ പാലുള്ള പശുവിനെ വാങ്ങാനല്ലേ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. സ്ത്രീധനം വാങ്ങി കെട്ടുന്ന ഒരുത്തനെ കെട്ടാൻ ഞാൻ ഒരിക്കലും പോവില്ല. എങ്കിൽ പിന്നെ ഇത്താത്ത ഒരിക്കലും ആരെയും കെട്ടേണ്ടി വരില്ല. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീധനം വേണ്ടാത്ത ആണുങ്ങൾ. ഓരെക്കാളും കൂടുതലുണ്ട് സിംഹവാലം കുരങ്ങുകൾ. ആരുടെ കെട്ടിയില്ലെങ്കിലും വേണ്ടൂല, സ്ത്രീധനം വാങ്ങാത്തവനെ ഞാൻ കെട്ടാൻ പോകുന്നുള്ളൂ. മാക്സിമം കിട്ടാവുന്ന സ്ത്രീധനം വാങ്ങിയതിന് ഞാൻ കല്യാണം കഴിക്കും. എന്നിട്ട് എന്തിനാ? നാട്ടുകാർ ഞെട്ടിക്കുന്ന രീതിയിലൊരു പാർട്ടിയങ്ങൾ സ്ത്രീധനായിട്ട് കിട്ടുന്ന പൈസനെ കൊണ്ട് ഒരു കാറും പെണ്ണിന്റെ പേരിലായിട്ട് രജിസ്റ്റർ ചെയ്യും. എന്നിട്ടയിലങ്ങനെ ചെത്തി നടക്കും. അപ്പൊ ഇത്താത്ത കല്യാണം കഴിക്കാണ്ട് മൂക്കിന് പല്ല് വന്ന് നിൽക്കുന്നുണ്ടാവും. ഞാൻ അങ്ങ് സഹിച്ചോളാം. തീർന്നില്ല, സ്ത്രീധനത്തിന് പുറമെ പെണ്ണിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഭൂസത്തില് നമുക്ക് അവകാശം ഉണ്ടാവും. അതും നമ്മൾ വാങ്ങും. അങ്ങനെ ഒരു കല്യാണം കഴിച്ച് കോടീശ്വരനായി വാഴാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. സ്ത്രീയാണ് ധനം. അതെ, ആ ധനാണ് സ്ത്രീധനായിട്ട് ഞങ്ങൾ ചോദിക്കണേ. നോക്കിക്കോ, സ്ത്രീധനം വാങ്ങിയില്ലേ അന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. നിയമപരമായി തെറ്റാണ് ഈ സ്ത്രീധനം വാങ്ങുന്നേ, അതോർത്തോ ജി. കേസ് കൊടുക്കും പോലും. നാട്ടിലുള്ള സർവ്വ പോലീസുകാരും ജഡ്ജിമാരും ഓരോ മക്കളടക്കം എല്ലാരും സ്ത്രീധനം വാങ്ങിയും കൊടുത്തു തന്നെയാ കല്യാണം കഴിക്കണേ. നിങ്ങളൊന്നും മിണ്ടാണ്ട് കിട്ടാത്ത പടച്ചോനെ, ഈ സ്ത്രീധനം എന്നാ ഒന്നും ഇല്ലാണ്ടാവുക. അതിനാദ്യം ഭൂമിയിൽ ആണുങ്ങൾ ഇല്ലാണ്ടാണ്. ഇതൊക്കെ മൂത്ത് നച്ച കുയിലെ കളിക്കടി. എന്റെ പടച്ചോനെ, ഈ സ്ത്രീധനം ചോദിക്കുന്ന ആണുങ്ങൾ ഇല്ലാണ്ടാക്കി കളയണേ. നാട്ടിലെ പെണ്ണുങ്ങളെ അഭിമാനം കാത്തോണേ. എന്താണ്? എനിക്കൊരു കാര്യം പറയാണ്ട്. പറഞ്ഞോ. 1 2 3 4 5 6 പറഞ്ഞു. ഇതെന്താ ഉമ്മച്ചിയെ? എത്ര കാര്യമാണെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞതാണീ. ഉമ്മ, ഞാൻ സ്ത്രീധനം വാങ്ങിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കൂല. ഇതപ്പോ എത്ര വലിയ കാര്യം? അതിനെന്റെ നിക്കാവൊന്നും ഉറപ്പിച്ചില്ലേലോ? ഇല്ല, പക്ഷെ ഉറപ്പിക്കുമ്പോ സ്ത്രീധനം വാങ്ങാത്ത ഒരാളെ ഞാൻ കിട്ടൂ. അതെ, അതിന്റെ സമയമാകുമ്പോ നമ്മൾ തീരുമാനിച്ചോളൂ. ഞമ്മളോ? എന്റെ കല്യാണക്കാരൻ തീരുമാനിക്കുന്ന ഞാനല്ലേ? ഉപ്പയും ഉമ്മയാണ് മക്കളെ കല്യാണക്കാരും തീരുമാനിക്കണേ. അതിനുള്ള അധികാരവും അവകാശവും ഓൽക്കുണ്ട്. ആ, ഉണ്ടായിക്കോട്ടെ. അങ്ങനെ എനിക്ക് വേണ്ടി ഒരു ചെക്കനെ കണ്ടുപിടിക്കുമ്പം സ്ത്രീധനം വേണ്ടാത്ത ഒരാളെ കണ്ടുപിടിക്കണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. സ്ത്രീധനം ഞങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ അവ കൊടുക്കുന്നതിന് ഇപ്പം എന്തേത് അത്ര വലിയ തെറ്റി? ഓ, സ്ത്രീധനം വാങ്ങുന്ന ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അയ്യ, ഇഷ്ടപ്പെടണോ? അപ്പൊ ഉമ്മച്ചിയും സ്ത്രീധനത്തിന് അനുകൂലാണല്ലേ?
ഇഞ്ച മോളെ സ്ത്രീധൻ അല്ലാണ്ട് ഈ ഒരു പൊരയിൽക്ക് കേറി ചെന്നാലേ ആടെ ആർക്കും എന്നൊരു വിലയും ഉണ്ടാവില്ല. കേറി ചെല്ലണ പൊരയിൽ ആൾക്കാർക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ വരണമെങ്കിൽ കയ്യിലും കാതിലും കൗത്തിലും ഒക്കെ കുറേ സ്വർണം വേണം. അപ്പൊ വേണ്ടതൊരു പെണ്ണിനില്ല, പൈസയും സ്വർണ്ണം കാണുന്നു. അതായത് പൈസയും സ്വർണ്ണവും ഒക്കെ ആയിട്ട് ചെല്ലണ പെണ്ണിന് അതില്ലാണ്ട് ചെല്ലണ പെണ്ണിനേക്കാൾ കൂടുതൽ പരിഗണന കിട്ടുന്നു, പ്രത്യേകിച്ച് പൊരയിലെ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന്. അങ്ങനെ കിട്ടുന്ന പരിഗണന എനിക്ക് വേണ്ട. അല്ല, ഇതൊക്കെ ഇപ്പളെ ആലോചിച്ച് വിസ്മിക്കണ എന്തിനായി? ഇപ്പൊ തന്നെ ഇതൊക്കെ ആലോചിക്കുമ്പോ തലയ്ക്ക് വട്ടാവുക. ഇക്കാര്യത്തിലൊക്കെ എനിക്ക് വ്യക്തമായ ചില തീരുമാനങ്ങളുണ്ട്. അതൊക്കെ നടത്താതെ വരില്ലോ എന്ന് ഓർത്ത് എനിക്ക് ഇപ്പോഴേ പേടിയാവുക. എന്താണെങ്കിലും ഇപ്പളെ വേജാറാണ്ട് കുത്തിരിക്കി റസിയ. എങ്ങനെ ബേജാറാവാണ്ടിരിക്കും ഉമ്മച്ചിയെ? നമ്മൾ കല്യാണം കഴിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുത്തനല്ലേ, അല്ലാണ്ട് സ്വർണ്ണം പണമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെയാണോ? അല്ല, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ ഉമ്മച്ചിയെ? ഒരു കല്യാണം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ കടം വാങ്ങാന്ന് പറഞ്ഞാല് ഉപ്പച്ചി എത്ര അധ്വാനിച്ചാൽ അതൊക്കെ വീട്ടാൻ പറ്റുക? അതൊക്കെ നമ്മൾ സന്തോഷത്തോടല്ലേ ചെയ്യണേ? പക്ഷെ എനിക്കത് അത്ര സന്തോഷമല്ല. ഈ സ്ത്രീധനം കാരണം കടത്തിലായി പോയ എത്ര കുടുംബങ്ങൾ ഉണ്ടെന്ന് അറിയാം ഉമ്മച്ചിക്ക്. ശരിയാണ്, പക്ഷെ ഇതൊക്കെ നമ്മൾ വിചാരിച്ച അല്ലാണ്ടാക്കാൻ പറ്റൂ? പറ്റും ഉമ്മച്ചി, ശ്രമിച്ചാ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് ഓളങ്ങോട്ട് ഇറങ്ങിക്കോളൂ. എന്നിട്ട് ഓളായിട്ട് ശ്രീധനം ഒഴിവാക്കാൻ നിന്നൂട്. എന്തേതൊക്കെ പറഞ്ഞു. എന്നാലും പറഞ്ഞതിലൊരു കാര്യമൊക്കെ ഉണ്ട്. ശ്രീധനം കൊടുക്കാണ്ട് കെട്ടും പറഞ്ഞാൽ ഇനി അങ്ങനായിട്ട് കെട്ടിപ്പോയിടട്ടെ. അല്ല, എന്തേതാ മോത്തിനൊരു വാട്ടോ? ഒന്നും പറയണ്ട പാത്തു. ഞമ്മളെ ചെങ്ങായില്ലേ കുമാരൻ, ഓന്റെ മോളെ കല്യാണാണ്. ആണോ? 4 ലക്ഷം ഉറുപ്പ്യ ഒരു ശ്രീധരൻ ചോദിക്കണം. ഓനത് ഉണ്ടാക്കാനുള്ള ഓട്ടത്തില്ല. ഞമ്മൾ ഓനൊരു 50,000 ഉറുപ്പ്യ കൊടുക്കാണ്ടല്ലോ. വീട് വാങ്ങാൻ നേരത്തെ അഡ്വാൻസ് കൊടുക്കാൻ വാങ്ങിയല്ലേ? അതെ, മോളെ കല്യാണാകുമ്പോ തന്നാ മതി എന്നിട്ടാ കുമാരൻ അന്ന് പൈസ തന്നു. ഇപ്പൊ തിരിച്ചെടുക്കാൻ ഓൻ ചോദിക്കുകയും ചെയ്തു. ഉണ്ടെങ്കിൽ 1 ലക്ഷമോ 75,000 കൊടുക്കാൻ. ഞമ്മളെ കൈമേലാണ് 5 പൈസ ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയേണ്ട വട്ടായിട്ട് ഇരിക്കുക ഞമ്മൾ. അല്ലേ, ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അതല്ലേ ഞമ്മളും ആലോചിച്ചോണ്ടിരിക്കണേ. അപ്പൊ അതെന്നെ തിരിച്ചു ചോദിക്കായി. ഓ, നമ്മളിപ്പോ ചോദിച്ചത് അത്ര വലിയ കുറ്റം? നിങ്ങൾ എങ്ങനെ കൺവീട്ടെന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ചോദിച്ചേ? അതെങ്ങനെ വീട്ടിൽ നിന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും അതേ ചോദ്യം ചോദിച്ച് നമ്മൾ ടെൻഷൻ ആക്കണത്. നമ്മൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ കുറ്റം. എന്തേ അനക്ക് തരാൻ പറ്റൂ 50,000 ഉറുപ്പ്യ ഉണ്ടോ എന്റെ കയ്യില്? നമ്മൾ കോഴിക്കോട്ടത്തെ ജില്ലാ കളക്ടർ ആണല്ലോ ഇങ്ങനെ ചോദിക്കുമ്പോ എടുത്തു തരാൻ വേണ്ടിട്ട്. ഇല്ലല്ലോ. ഇല്ല. ആ, എന്നാ പിന്നെ വർത്താനം പറയേണ്ട ഒരു ഭാഗത്ത് അടങ്ങി കുത്തിരിക്ക. ഓ, അന്നപ്പോ പൈസ ഉണ്ടായിനെങ്കിൽ നമുക്ക് വർത്താനം പറയാനല്ലേ? അന്നപ്പോ നമ്മളെക്കാൾ നിങ്ങൾക്ക് വലുത് പൈസ എന്നാണില്ലേ? ഇതൊന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യന് 100 കൂട്ടം ടെൻഷൻ അവിടെ. അതിന്റെ കൂടെ തൊള്ളറക്കലും കൂടി ആകുമ്പോ തൃപ്തിയായി. അന്നപ്പോ നമ്മൾ തൊള്ളോർക്കുന്നതാണ് ഈ പൊരയിലെ മുഴുവൻ പ്രശ്നത്തിനും കാരണല്ലേ? ആണടി, മര്യാദക്ക് ഉമ്മർത്തിരുന്നിട്ട് മനസ്സമാധാനത്തോടെ ടെൻഷൻ അടിക്കാൻ ചോദിച്ചു വന്നതാ. അപ്പൊ അതിനും സമ്മതിക്കില്ല വെച്ചാല് നിങ്ങൾ എന്ത് കുന്താച്ച കാണിച്ചോളി. ഏത് നേരത്താണോ നിങ്ങളെ നമുക്ക് കെട്ടാൻ തോന്നി? നമ്മളും അതന്നെ ആലോചിക്കണേ. ഏത് നേരത്താണോ ഈ ബലാലിനെ കെട്ടാൻ തോന്നി? നമ്മൾ ഇനി മിണ്ടില്ല പോരെ? ആ, അതന്നെയാ എന്റെ ആരോഗ്യത്തിന് നല്ലത്. കള്ള സുവർ ഒരു സൂര്യൻ തരില്ല വെച്ചാല്. എന്താണ് ഉപ്പച്ചിയെ പതിവ് പോലെ തന്നെ ഒരു കച്ചറ? ഒന്നുമില്ല മോനെ, ഉപ്പക്ക് ലേശം പൈസന്റെ ആവശ്യമുണ്ട്. അതാലോചിച്ച് തലക്ക് വട്ട് പിടിച്ചിരിക്കുമ്പോഴാണ് ഉമ്മാന്റെ അലാക്കിലോരോ വർത്താനം. പൈസ ഉണ്ടാക്കാനുള്ള എന്താ മാർഗം ഉണ്ടോ നിങ്ങളെ മനസ്സിൽ? നമ്മൾ ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടുന്നില്ല മോനെ. ഉപ്പച്ചിക്ക് എത്രയാ? 1 ലക്ഷം ഉറുപ്പ്യല്ലേ വേണ്ട? നിങ്ങൾ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിക്ക്. പൈസ ഉണ്ടാക്കാനുള്ള വഴി ഉപ്പച്ചിക്ക് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. ഉപ്പച്ചിന്റെ കെട്ടിയോളോട് പൈസ വെച്ചിട്ട് നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കല്ലാതെ ഒരു 5ന്റെ പൈസ തന്നില്ലല്ലോ. ഒരു വളയെങ്കിലും പണയം വെക്കാൻ തന്നോ? ഇല്ലല്ലോ. ഇല്ല. ആ, അപ്പൊ ഞാൻ വേറൊരു വഴി പറയാം. എന്നാ പറ. അത് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റൂല. നമുക്ക് അങ്ങോട്ട് മാറി ഇന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഉപ്പച്ചി വാ. ഓ, ഉപ്പച്ചിന്റെ കയ്യിൽ തന്നെ പൈസ ഉള്ളപ്പോ ഉപ്പച്ചിന്റെ പൈസ അന്വേഷിച്ച് വേറെ അടുത്ത് പോന്ന്. അതിന് എന്റെ കൈമേൽ എടുന്ന മോനെ പൈസ ഉപ്പച്ചിന്റെ കയ്യിലില്ലായിരിക്കും, പക്ഷെ ഉപ്പച്ചിന്റെ കൈയിന്റെ തുമ്പത്ത് പൈസ ഉണ്ടല്ലോ. തുമ്പത്തോ? ഏടേ? ആടെ അല്ല. അതായത് ഉപ്പച്ചി, ഇങ്ങക്ക് ആവശ്യമുള്ളത് 1 ലക്ഷം ഉറുപ്പ്യ. അതിലും കൂടുതൽ സ്വത്തുള്ള ഒരു മനുഷ്യനാണ് ഉപ്പച്ചി. അതായത് യുവർ ലക്ഷപ്രഭു. മത്തിയായാലും വിറ്റെടുക്കണം നമ്മൾ ലക്ഷപ്രഭുവോ? യെസ് ഉപ്പച്ചി. നിയമപരമായും അല്ലാതെയും ഉപ്പച്ചിക്ക് കൂടെ അവകാശപ്പെട്ട സ്വത്താണ് ഉപ്പൂപ്പയും മാമയും കൂടി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ സ്വത്തില്
ഉമ്മച്ചി കൂടെ അവകാശമുണ്ട്. ഉമ്മച്ചിന്റെ എന്ന് പറഞ്ഞ ആരുടെയാ? ഉപ്പച്ചിന്റെ. എങ്ങനെ നോക്കിയാലും ഉമ്മച്ചിന്റെ വീതം ഒരു 7 സെന്റ് വരും. സെന്റിന് 60,000 റുപ്യ വെച്ച് കൂട്ടിയാൽ 4,42,000 ഉപ്പച്ചി ചോദിക്കണം. അത് മോശമല്ലേ മോനെ? എന്ത് 4,42,000 കിട്ടുന്ന മോശം? ആ, അത് നല്ല കാര്യമാണ്. എങ്കിൽ ചോദിക്കണം, വാ തുറന്ന് ചോദിക്കണം. ഉപ്പച്ചിക്ക് അവകാശപ്പെട്ടത് എഴുതി തരാൻ പറയണം, അല്ലെങ്കിൽ അതിന്റെ പൈസ തരാൻ പറയണം. ഏറ്റവും കുറഞ്ഞത് ഉപ്പച്ചിക്ക് അത്യാവശ്യം വേണ്ട 1 ലക്ഷം ഉറുപ്പെങ്കിലും വേണമെന്ന് പറയണം. പറയണോ? പറയണം ഉപ്പച്ചിയെ പറയണം. അല്ല, ഉപ്പച്ചിക്ക് എന്താ കിട്ടിയ ശ്രീധനായിട്ട്? നമുക്ക് 10 പവനും 15,000 റുപ്യ. 10 പവനും 15,000 കുരുവേ. ഇന്നൊരു മീൻകാരന് മിനിമം 40 പവനും 4 ലക്ഷം ഉറുപ്പ്യ കിട്ടും. അതറിയ ഉപ്പച്ചിക്ക്? പഠിച്ചോനെ നേരം. ആ, എന്നാ നമ്മൾ ഒന്നുകൂടി കെട്ടിയാലോ? ഉപ്പച്ചിയെ ഒന്ന് കെട്ടിയതിന്റെ അവകാശം ആദ്യം വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കും, എന്നിട്ട് ആലോചിക്കാം നമുക്ക് വേറെ കിട്ടുന്നതിന്റെ കാര്യം. പറയും പോലെ ലക്ഷപ്പ് പോയി നമ്മളെന്തിനാ 1 ലക്ഷം റുപ്യ എങ്ങനെ ഉണ്ടാക്കുന്ന ആലോചിച്ച് ടെൻഷൻ അടിക്കണത്? അതെ, ദാറ്റ് ഈസ് പോയിന്റ്. ഉപ്പച്ചിക്ക് അവകാശപ്പെട്ടത് ഉപ്പച്ചി ചോദിച്ചു വാങ്ങണം. ഉപ്പച്ചി ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഉമ്മച്ചിക്കും ഉമ്മച്ചിന്റെ വീട്ടുകാർക്കും ഉപ്പച്ചിന് എന്തെങ്കിലുമൊക്കെ ഒരു വില കാണും. ഇല്ലെങ്കിൽ ഉപ്പച്ചി ഒരു പൊട്ടനാണെന്ന് അവർ വിചാരിക്കൂ. അങ്ങനെ പൊട്ടം കളിക്കാൻ നമ്മൾ കിട്ടൂല. നമുക്ക് അവകാശപ്പെട്ടത് നമ്മൾ നേടിയെടുക്കും. അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഉപ്പച്ചിനേക്കാൾ വിവരവും പക്കത്തൊക്കെ ഉള്ളത് ഉപ്പച്ചിന്റെ ഭാഗ്യം. അതേടാ കൊടുകൈ. ഞമ്മക്ക് അവകാശപ്പെട്ട സ്വത്ത് മുതലൊക്കെ കൈക്കലാക്കിയിട്ടേ ഇനി ഞമ്മക്ക് വിശ്രമം. കൈ കൊടുക്കും. ശ്രീധന്റെ വാക്യോ അയ്യടാ ഉണ്ട തരുങ്ങക്ക് പുയിങ്ങുണ്ട നാണല്ലേ മനുഷ്യങ്ങക്ക്. ഞമ്മക്ക് അവകാശപ്പെട്ടതേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അവകാശം ഉണ്ടെങ്കിൽ തന്നെ ഐക്യാണ് അവകാശം, അല്ലാണ്ട് ഇങ്ങക്കല്ല. ഇങ്ങക്ക് തരാനുള്ളത് തന്നിട്ടാണ് ഇഞ്ചുപ്പ നിങ്ങളൊപ്പം ഇറക്കി വിട്ടത്. എന്ത് തന്നിട്ടാണ്ടി? 15,000 റുപ്യയും 10 പവനല്ലേ തന്നേ? നമ്മൾ 20 പവനും 30,000 റുപ്യം തരാ. ഒന്ന് ഒഴിഞ്ഞു തരുമോ? അയ്യടപ്പോ ഇഞ്ഞു തരൂ. അങ്ങനെ നിങ്ങൾ പറയുമ്പോ ഒഴിവായി പോവാൻ വേണ്ടിട്ടല്ല ഇഞ്ചുപ്പ നിങ്ങളെ നമ്മൾ കെട്ടിച്ചെന്നേ. ഇവിടെ ജീവിക്കണമെങ്കിൽ ഞമ്മക്ക് അവകാശപ്പെട്ട് കിട്ടണം. ലക്ഷങ്ങൾ സ്വത്തുള്ള ഞമ്മള് 1 ലക്ഷം ഉറുപ്പ്യക്ക് എന്തിനാ ഭ്രാന്ത് പിടിച്ച് നടക്കണേ? എടി, ഒരു സ്വർണ്ണവള ഊരി തരാൻ എനിക്ക് തോന്നിയിട്ടോ പണയം വെക്കാൻ? ഇല്ല, ആദ്യോ നമ്മൾ തന്ന വളകളൊക്കെ ഇങ്ങോട്ട് തരി. 10 പവനും ആയിട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നേ, അറിയോ നിങ്ങക്ക്? അല്ല, ഈ പോരല്ലേനു വേറെ പോരയിലേക്ക് 10 പവനും ആയിട്ടാണ് നമ്മൾ നിങ്ങളൊപ്പരം നിക്കാ കഴിച്ച് വന്നേനി. ഇപ്പൊ നമ്മളേൽ ഒരു 3 പവൻ തേച്ചെടുക്കാനില്ല, ഒക്കെ നിങ്ങൾ കൊണ്ടുപോയി പണയം വെച്ചാളിഞ്ഞതാ. എന്നിട്ട് ശ്രീധരന്റെ വാക്യം ചോദിച്ച് വന്നിക്കണ ഉളുപ്പില്ലാണ്ടി. ഞമ്മക്ക് അവകാശപ്പെട്ട നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. പണയം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലേ അത് ഈ പെരേന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാ. വേഗം ഞമ്മക്ക് 1 ലക്ഷം ഉറുപ്പ്യ ഇടണം, അല്ലെങ്കിൽ സ്ഥലം എഴുതി തരണം. ഇതിൽ രണ്ടിലൊന്നും നടന്നില്ലെങ്കിലേ നമ്മൾ കേസ് കൊടുക്കും. 10 നിങ്ങൾ എന്തേ തച്ചാ കാണിച്ചോളി. ബെഞ്ച സങ്കടം എന്തേത്താ കാണാത്തേ? പടച്ചോന് ബോധണ്ടടി, അതാണ് എന്റെ സങ്കടം കാണാത്തത്. അല്ല, നിങ്ങൾ ഇപ്പൊ എങ്ങോട്ടാ പോണേ? നമുക്ക് സൗകര്യമുള്ളിടത്തേക്ക്. അന്റെ ചീഞ്ഞ മോന്ത കണ്ടു കുത്തിരുന്നാലേ നമുക്ക് ഭ്രാന്ത് പിടിക്കും. 1 ലക്ഷം ഉറുപ്പ്യ തന്നാൽ ഇഞ്ച ചീഞ്ഞ മോന്തി അങ്ങോട്ട് മാറി കിട്ടുവോ? കാര്യങ്ങളൊക്കെ വേഗം തീരുമാനാക്കിയാല് അനക്കും എന്റെ വീട്ടുകാർക്കും നന്ന്. നിങ്ങളേട്ടാച്ചാ പൊയ്ക്കോളി. നേരെ പോയ കുതിരവട്ടേക്ക് ആർക്ക് പൊയ്ക്കോളി. ഞാൻ സൗകര്യമുള്ളിടത്തേക്ക് പോകും. പോകും. ലക്ഷണം കെട്ട സാധനം. രണ്ട് കാര്യം കൂടി നമ്മ പറയണ്ടേ. സ്ത്രീധനം വളരെ നല്ലല്ലോ ഉമ്മച്ചി. വേഗം പോയി 1 ലക്ഷം രൂപ സ്വന്തം വീട്ടിൽ നിന്ന് വാങ്ങി ഉപ്പച്ചിക്ക് കൊടുക്ക്. എന്നാലല്ലേ വീട്ടിലൊരു വിലയും ബഹുമാനൊക്കെ ഉമ്മച്ചിക്ക് കിട്ടും. ഈ പറഞ്ഞതാ ശരിയെന്ന് ഉമ്മച്ചിക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടി. ശ്രീധൻ ചോദിക്കുന്ന പുരുഷന്മാര് ഭീകരന്മാരാ, രാക്ഷസന്മാരാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ശ്രീധൻ ചോദിക്കുന്നോല് അതിഭീകരന്മാരും വല്ലാത്ത രാക്ഷസന്മാരും. അതെ വരുന്ന അതിഭീകരനും ക്രൂരനുമായിട്ടുള്ള രാക്ഷസൻ മൂട്ടമൂസ പച്ചത്തുള്ളി. ഉപ്പച്ചി, ഇത് ഭയങ്കര മോശമായി പോയിട്ടോ. എന്ത് എന്താന്ന് പറയാതെ തന്നെ ഉപ്പച്ചിക്ക് അറിഞ്ഞൂടെ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാല് ഭാര്യ വീട്ടിൽ നിന്ന് പണം വാങ്ങുന്നത് എത്ര മോശം ഏർപ്പാടാണ് ഉപ്പച്ചിയെ. ഈ സന്തോഷത്തോടെ തരുന്നതും ചോദിച്ചു വാങ്ങുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഉപ്പച്ചിയെ. നാളെ വിള കെട്ടിച്ച് വിട്ടിട്ട് ഓളെ കെട്ടിയോ ശ്രീധനം പോരാ ഇനിയും ആണെന്ന് നമ്മളോട് ചോദിച്ചാല് നമുക്ക് എന്തേതാ തോന്നുന്നു മൂസക്കായെ? ഇങ്ങോട്ട് നോക്കി. സന്തോഷോ സങ്കടോ വെറുപ്പോ ദാ നമുക്കുള്ളൊരു മോള, അത് നിങ്ങൾ മറക്കരുത്. അല്ല, നമുക്ക് പൈസക്ക് വല്ലാത്ത ആവശ്യം വന്നപ്പോഴേ. പൈസക്ക് ആവശ്യം വന്നാൽ ഉപ്പച്ചിക്ക് ഈ വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പൈസ ആണെങ്കിൽ നമ്മളോട് ചോദിച്ചാ പോരെ. നമ്മൾ കുടുംബശ്രീന്ന് സഭ്യതാത്തനോട് ലോൺ എടുത്ത് തരൂലേ? ഇതെന്തേ പത്തു ഈ നേരത്തെ പറയാഞ്ഞ്? പൈസക്ക് ഒരു വഴിയും കാണാണ്ട വന്നപ്പോഴാ നമ്മൾ വേണ്ടാത്ത കാര്യം ചിന്തിച്ച്. നമ്മളെ വീട്ടിലെ കാര്യം നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പിന്നെ ഗ്രഹനാഥനാന്ന് പറഞ്ഞിരിക്കണത്? നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഒരു ബോധോദയം ഉണ്ടായല്ലോ. പക്ഷ തമ്പിരാനെ നന്ദി.
ഉപ്പച്ചിനെ പോലുള്ള എത്ര ഉപ്പമാരാ ഈ സ്ത്രീധനം എന്ന ദുഷിച്ച വ്യവസ്ഥിതി കാരണം കടത്തിലായെന്ന് ആലോചിച്ചിട്ടുണ്ടോ? സ്ത്രീധനം നൽകി കല്യാണം കഴിച്ചിട്ട് പിന്നീട് അതിന്റെ പേരിൽ വഴക്കും ഡിവോഴ്സും ആവുന്നവര് ഒരുപാടുണ്ട് ഇവിടെ. നിങ്ങൾ നമ്മളോട് ക്ഷമിക്കും. ഇനി നമ്മള് സ്ത്രീധനത്തിനെതിരെ പോരാടും. അക്കോട്ട് കയ്യപ്പച്ചി ആ കലക്കി. ഒരു കൈ നമുക്ക് തിരി. അത്തോ കുമാരേട്ടന്റെ മോളോട് സംസാരിച്ചു. കുമാരേട്ടന്റെ മോക്കും റസിയന്റെ അതേ അഭിപ്രായം. സ്ത്രീധനം കൊടുത്തു നോക്ക് കല്യാണം വേണ്ടാന്ന്. ഓളും നമ്മളെ സമരത്തിൽ ചേരാൻ റെഡിയാണ്. അല്ലേ അങ്ങനെ ആയാലും നാട്ടിലെ പെൺകുട്ടികൾ മുഴുവൻ കെട്ടാണ്ട് കുത്തിരുന്ന് ഇങ്ങനെ പോവൂലേ? ഇല്ല ഉമ്മച്ചി, ഇതൊരു സമരമാണ്. സ്ത്രീധനം അവസാനിപ്പിക്കാനുള്ള ഒരു സമരം. അന്തസ്സുള്ള പെണ്ണുങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും. പണത്തിന് വേണ്ടി പെണ്ണ് കെട്ടാൻ വരുന്നവന് പെണ്ണില്ല. സ്ത്രീകൾ ഒന്നിച്ചു നിന്നാൽ ഈ സമരം വിജയിക്കും. മൂന്നാറിൽ നമ്മളത് കണ്ടതല്ലേ? സ്ത്രീയാണ് ധനം. അല്ലാണ്ട് പെണ്ണും പൊന്നും പണവും ചോദിച്ച് പാക്കേജ് ആയിട്ട് കല്യാണം കഴിക്കാൻ വരുന്നവര് തൽക്കാലം പ്ലാൻ അങ്ങോട്ട് മാറ്റി വെച്ചോട്ടെ. അല്ല ഉപ്പച്ചേ, എന്തായി കാര്യങ്ങള്? 2 ദിവസം ചങ്ങായിന്റെ വീട്ടിലായോണ്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ മറന്ന്. സ്ത്രീധനത്തിന്റെ ബാക്കി കിട്ടിയോ? സ്ത്രീധനം എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞാല് അന്നെ ഈ പെരെ കയറ്റൂല നമ്മൾ നോയിക്കോ. അതെന്താ നിങ്ങൾ പ്ലേറ്റ് മറച്ചോ? അതെങ്ങനെയാണ്? ഈ സ്ത്രീധനം വാങ്ങിയിട്ട് കെട്ടുവോ? ചോദിക്കാനാ ഞാൻ സ്ത്രീധനം വാങ്ങിക്കോട്ടു. പോലെ ഒരുത്തനെ ഈ വീട്ടിൽ നാട്ടിൽ തന്നെ ഇറക്കി വിടണോനെ. പറയടാ, അനക്ക് വേണോ സ്ത്രീധനം? വേണ്ട, എനിക്ക് തീരം വേണ്ട. ഓരോ പെൺകുട്ടികളും സ്വയം തീരുമാനിക്കണം. സ്ത്രീധനം ചോദിക്കുന്നവനെ കെട്ടൂലെന്ന്. നമ്മൾ വിചാരിച്ചാലും മാറ്റങ്ങൾ സംഭവിക്കൂ. മാറ്റങ്ങളെ തൊടുക്കോ ഓരോ പെൺകുട്ടികളും ആട്ടെ. എന്തേ മൂസക്കായി?